വാങ്കഡയിൽ ടോസ് നടക്കുമ്പോൾ ഇന്ത്യക്ക് അനുകൂലമല്ല കാര്യങ്ങൾ. ടോസ് ഇംഗ്ലണ്ട് നേടിയെടുക്കുന്നു. ഹാരി ബ്രൂക്കിന്റെ ഭാഗത്ത് നിന്ന് ടോസ് വരുന്നു, ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു. വലിയ ചേഞ്ചസോ സർപ്രൈസസ് ഒന്നും അതിലില്ല. പക്ഷേ ഒരു നിർണായകമായ ചേഞ്ച് ഇംഗ്ലണ്ട് വരുത്തുകയാണ്. അവർ റഹാൻ അഹമ്മദിനെ മാറ്റിക്കളയുന്നു. പകരം അവരുടെ വിശ്വസ്തനായ ജെയ്മി ഓവർട്ടനെ ടീമിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. പേസ് അറ്റാക്ക് അത് തന്നെയാണ് ഇംഗ്ലണ്ട് ലക്ഷ്യം വെക്കുന്നതെന്ന് ഏകദേശം ഉറപ്പിക്കാം. അതേപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ചേഞ്ചസും വരുത്താതെ ഇന്ത്യൻ ടീം കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഉറപ്പായിട്ടും ഒരു കാര്യം പ്രതീക്ഷിക്കാം, ഇന്ത്യക്ക് ഓപ്പണേഴ്സ് ഒരു ഗംഭീരമായ തുടക്കം നൽകുക. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ എന്നിവർ കൊടുക്കാൻ പോകുന്ന തുടക്കം, ആ ഒരു ഫൗണ്ടേഷൻ അത് അതീവ നിർണായകമാണ്. ഇന്ത്യക്ക് ഒരു 200-220 ടാർഗറ്റ് വെച്ചേ മതിയാവൂ, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ചേസ് ഡൗൺ ചെയ്യും. ഈ ലോകകപ്പിലുടനീളം തന്നെ ഇംഗ്ലണ്ടിന് വലിയ ടോട്ടലൊന്നുമില്ല. ഒരു 160-165 ഒതുങ്ങുന്ന ഇംഗ്ലണ്ട് ടീമിനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എക്സെപ്റ്റ് ഫോർ ദ നേപ്പാൾ ഗെയിം അതൊരു 184 പോയെങ്കിൽ പോലും നേപ്പാൾ 180 വരെ കൊണ്ടെത്തിച്ചു. ഇംഗ്ലണ്ട് ചില മത്സരങ്ങളിൽ ബാറ്റിങ്ങിൽ തിളങ്ങും, ചിലത് ബൗളിങ്ങിൽ തിളങ്ങും, അങ്ങനെ മാറി നിൽക്കുന്ന ഒരു ടീമാണ്. ഇന്ത്യക്ക് ഒരു ഘട്ടത്തിൽ കുൽദീപ് യാദവിനെ കൊണ്ടുവരാനുള്ള സാധ്യത കണക്കാക്കിയിരുന്നു, പകരം ഹർഷ്ദീപ് സിംഗിനെ മാറ്റി നിർത്തിക്കൊണ്ട്. പക്ഷേ അങ്ങനത്തെ ഒരു ഗാമ്പിളിലേക്കും ലാസ്റ്റ് മിനിറ്റിലേക്ക് ഇന്ത്യ പോകുന്നില്ല. അവർ വിശ്വാസം അർപ്പിക്കുന്നു അതേ ടീമിൽ. ആ ടീം ഇസ് ഹൈ ഓൺ കോൺഫിഡൻസ്. അത് സെമി ഫൈനലിലേക്ക് കടന്ന് ഫൈനലിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുമെന്ന് സൂര്യകുമാർ യാദവ് വിശ്വസിക്കുന്നു. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം സൂര്യകുമാർ യാദവ് ടോസിൽ പറഞ്ഞത്, ഞങ്ങൾ ടോസ് നേടിയിരുന്നെങ്കിൽ ബാറ്റിംഗ് തിരഞ്ഞെടുത്തേനെ എന്നുള്ളതാണ്. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ്, ഡ്യൂ കണ്ടീഷൻസ് വളരെയധികം കളിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത് ബോൾ ചെയ്യുന്ന ടീമിന് വളരെയധികം ദുർഘടമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടും വൈ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് വളരെ നിർണായകമായ ചോദ്യമാണ്. എന്താണ് സൂര്യ പ്രതീക്ഷിച്ചത്? പക്ഷേ സൂര്യ പോലെ ആ ഗ്രൗണ്ട് അറിയാവുന്ന മനസ്സിലാക്കിയ ആരും ഇന്ത്യൻ ടീമിൽ നിലവിലില്ല. സൂര്യയുടെ ഗ്രൗണ്ടാണ്, സൂര്യയുടെ സ്ഥലമാണ്. മുംബൈ ഇന്ത്യൻസിന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാങ്കഡെ ഹോം ഗ്രൗണ്ടാണ്. കളിക്കുന്ന ഇഷാൻ കിഷനും അതേ ഗ്രൗണ്ടാണ്. ഹാർദിക് പാണ്ഡ്യ ടേക്ക് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ശിവം ദൂബെ IPL വേറെ ടീമായിരിക്കാം, പക്ഷേ മുംബൈക്കാരനാണ്. വാങ്കഡയിൽ ഒരുപാട് കളിച്ച് പരിചയമുള്ള ആളാണ്. സോ ഇവരെല്ലാവരും മുംബൈയുടെ അതേ എന്താ പറയുക വേരുള്ള പ്ലെയേഴ്സാണ്. അവരെല്ലാം തന്നെ പോസിറ്റീവായിട്ട് തന്നെ ഈ കളിയിൽ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇന്ത്യക്കും സഞ്ജു സാംസണും ഉള്ളത് ഒരു വലിയ കടമ്പയാണ്. ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ പ്രത്യേകിച്ച് 6 ഓവറുകൾ വിക്കറ്റ് പോകാതെ കളിച്ചാൽ മാത്രമേ, പ്രത്യേകിച്ച് വാങ്കഡെ ഈസ് എ വെരി ട്രിക്കി പിച്ച്, അതുകൊണ്ട് വിക്കറ്റ് പോകാതെ ആദ്യത്തെ 8 ഓവറുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യക്കൊരു വലിയ കാര്യമുണ്ടാകും. തുടക്കത്തിൽ തന്നെ വിൽ ജാക്സനെയൊക്കെ വെച്ച്, ജോഫ്ര ആർച്ചറിനെയൊക്കെ വെച്ച് തളയ്ക്കാനായിരിക്കും ഇംഗ്ലണ്ടും ശ്രമിക്കുന്നത്, സ്വാഭാവികമാണ്. പക്ഷേ ആ ട്രാപ്പിൽ വീഴാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നിർണായകമായ കാര്യം. എന്താകും എന്നത് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.